അത് എനിക്കൊരു അപേക്ഷയുണ്ട്. നേരെ വില്ലേജ് ഓഫീസിലേക്ക് വിട്ടോ. ഞാന് പരിപാടി തളരുമ്പോഴേ പാടും. ഇത് എന്തോ ഒരു കഷ്ടമെന്ന് പറ, ഞാൻ പോവാന്ന്. ബൈക്കാണ് ഓടിക്കുന്നത്, ഫാഷൻ ബൈക്കൊക്കെ ഓടിക്കും, റേസ് ചെയ്യാറുണ്ട്. വാശി എടുപ്പിക്കരുത്, ഫ്ലോറിൽ ഇപ്പൊ ഒരു ബൈക്ക് കൊണ്ട് തരും. ഇല്ല, ഞാൻ മൊബൈലിലാണ് ബൈക്ക് റേസ് കളിക്കുന്നത്. രാജുചേട്ടൻ വേറൊരു കാര്യമുണ്ട്, ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളാവെന്ന് പറയില്ലേ? അപ്പൊ നിങ്ങൾ എല്ലാരും ചീഞ്ഞിട്ട് പുള്ളിക്ക് വളാവുന്നല്ല. പാടാനുള്ള മൂടില്ല. മൂട് വെച്ചാണോ ആരെങ്കിലും പാട്ട് പറഞ്ഞത്? അവരൊരുപാട് മാറിപ്പോയി. എന്നൊരാൾക്ക് ഒരുപോലെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല ഇല്ല, കാല് കഴിക്കും. കസേരകളി എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു കസേരകളിക്ക് ഈ 60 വയസ്സ് കഴിഞ്ഞ എനിക്ക് പറ്റൂല. എന്നിട്ട് തങ്കച്ചൻ പുഷ്പ പോലെയുള്ള അല്ലാട്ടോ, നമ്മുടെ മുത്തമണിയാണ്. എന്തൊക്കെ പറഞ്ഞാലും കൊച്ചിക്കാരുടെ അസറ്റ് തന്നെയാണ്. ഇപ്പൊ നമ്മൾ അസറ്റാണോ അതോ അസത്താണോ? അനു മോഡേൺ ആയിട്ടുണ്ട്, അതൊക്കെ നല്ലതാണ്, ലുക്ക് വൈസ് ഒക്കെ ഓക്കെയാണ്. പക്ഷെ അനുവിന്റെ ആ കുട്ടിത്തം എവിടെയോ പോയിട്ടുണ്ടോ? നിഷ്കളങ്കത, ഗ്രാമീണത. കുട്ടിത്തം ഇല്ലെങ്കിൽ എന്താണ്, വിഡ്ഢിത്തരം ഉണ്ടല്ലോ അവക്ക്. ചേട്ടാ, ചിരട്ട കൊണ്ട് സംഭവം ഉണ്ടാക്കി. ഇനി കളിമണ്ണ് കൊണ്ട് ചേട്ടൻ എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ ബിനീഷിനെ കൊണ്ടുപോക്കോ. മലയിൽ ഇഷ്ടം പോലെ. അത് ചോദിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എന്താ ഈ ലൈനൊക്കെ അവിടെ ഒരു തേച്ചതാണോ? ലൈൻ ഓക്കെയാണ്, കണക്ഷൻ കൊടുക്കുമ്പോ ഫീസ് പോകും. അല്ല, കുട്ടി എന്ത് ചെയ്യുന്നു? 1-2 സീരിയലില് മുഖം കാണിച്ചു. അതെന്താ മുഖം മാത്രം കാണിച്ചത്? അത് കാണിച്ചപ്പോഴേ അഴുക്ക് തൃപ്തിയായി കാണും. പലവട്ടം പറഞ്ഞിട്ടുണ്ട് പാടാൻ വരുമ്പോ ബീഡിയും വലിച്ചോണ്ട് കട്ടൻ ബീഡിയുടെ മാറ്റം. കട്ടൻ ബീഡി അല്ലത്, പിന്നെ ബീഡി ഞാൻ ഒഴിവാക്കി. എന്നോട് പറഞ്ഞില്ലേ സാറ് ബീഡി വലിക്കരുത്, കാരണം സാധകം ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഈ പാൻപരാഗ് കലക്കിയിട്ട് കുടിച്ചതാണ്. ഇവിടുന്ന് ഒരാൾ ഓടി വരും, അവിടുന്ന് ഒരു ടീമിൽ നിന്ന് ഓടി വരും. ഓടിക്കോ ഒരാണെങ്കിൽ പറ്റൂല, ടൂ വീലറിന് വന്നാൽ മതിയാ. ഓടാവിടുന്ന് ആലീസ്, നിനക്ക് ടോട്ടൽ എന്റെ ടീമെ ഞാൻ ഒന്ന് എന്നെ കാണിച്ചോട്ടെ ടി.വിയിൽ മിണ്ടാണ്ടിരിക്കും കുറച്ചു നേരം.